മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ കാട്ടുതടികൾ തൊമ്മൻകുത്ത് ചപ്പാത്തിന് ഭീഷണിയാവുന്നു. പുഴയിലെ ജലനിരപ്പ് ഉയർന്ന ഇരുകരകളും ഇടിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊടുപുഴ CBSE സ്കൂൾ കലോത്സവം വിസ്മയ് 2014 സ്വാഗത സംഘം ഓഫീസ് മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത് ഉദ്ഘാടനം നിർവഹിച്ചു. +2 അഴിമതിക്കെതിരെ BJP ആഭിമുഖ്യത്തിൽ തൊടുപുഴ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് BJP സംസ്ഥാന സെക്രട്ടറി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ കാട്ടുതടികൾ തൊമ്മൻകുത്ത് ചപ്പാത്തിന് ഭീഷണിയാവുന്നു. പുഴയിലെ ജലനിരപ്പ് ഉയർന്ന ഇരുകരകളും ഇടിയുന്നു. തൊമ്മൻകുത്ത് ചപ്പാത്തിനടിയിൽ കൂടിയുള്ള ജലപ്രവാഹത്തെ തടയുന്ന കാട്ടുതടികൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. ജനവാസമുള്ള തീരപ്രദേശത്തെ കൃഷിദേഹങ്ങളും മൺതിട്ടയും ഇടിഞ്ഞ് കൃഷിനാശവും സംഭവിക്കുന്നു. കൃഷിക്കാർ തീരസംരക്ഷണത്തിനായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും 100 മീറ്ററോളം തകർന്നു കഴിഞ്ഞു. വനത്തിൽ കൂടി ഒഴുകുന്ന പുഴയിൽ തൊമ്മൻകുത്ത് ചപ്പാത്തിൽ കൂടി മരങ്ങളും മറ്റും ഒഴുകിവന്ന് നാശനഷ്ടം വിതയ്ക്കാതിരിക്കാൻ കൈവരിയില്ലാത്തതുമാണ്. എന്നാൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം പാലത്തിന്റെ കാലുകളിൽ വന്നടിഞ്ഞ കൂറ്റൻ മരങ്ങളും മറ്റും മൂലം പാലത്തിനും ബലക്ഷയം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. 3 പെടുന്ന വീടുണ്ടേ. ആദ്യ വർഷം പെടുന്ന വീട്, 2ാമത് പെടുന്ന വട്ടം കിടക്കുകയെ പരാതി കൊടുത്ത് ഇങ്ങനെ വട്ടം വന്നപ്പോൾ ഞാൻ പരാതി കൊടുത്തേ. അങ്ങനെ റേഞ്ചിലെടുത്ത് നിന്നപ്പോഴേ അത് വെട്ടി മാറ്റാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് DFO എടുത്തു. അത് ഇവിടെ നോക്കിയിട്ട് പരാതി കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അത് തിരിച്ച് വന്നാൽ അല്ലാതെ അപ്പോഴത്തേക്കും പുഴ വെള്ളമായില്ലേ. വനം വകുപ്പിൻ്റെ ഒരു ആഞ്ഞിലി, കടയ റേഞ്ചിൻ്റെ വനം വകുപ്പിൻ്റെ ഒരു ആഞ്ഞിലി സൈഡിൽ നിന്ന് വീണ് പുഴ ക്രോസ് കിടക്കുന്നു. അങ്ങനെ ആ ക്രോസ് കിടക്കുന്നത് കൊണ്ട് ചപ്പും ചവറും എല്ലാം കൂടി തടഞ്ഞു നിന്ന് പുഴ ഗതി മാറി ഒഴുകുന്നു. ആ ഗതി മാറി ഒഴുകുകൊണ്ട് മറുകരയിൽ താമസിക്കുന്ന പട്ടയഭൂമിയുള്ള ആളുകളുടെ സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോകുന്നു. അങ്ങനെ ഇടിഞ്ഞു പോയി ലേഖനങ്ങൾ, റബ്ബർ, തെങ്ങ്, അതുപോലുള്ള കരിങ്കൽ കെട്ടുകൾ, DR കെട്ടുകൾ എല്ലാം പോകുന്നു. ഇത് സർക്കാർ പൈസ മുടക്കിയൊന്നും കെട്ടിച്ചതല്ല, അല്ലാതെ തന്നെ കെട്ടിച്ച DR കെട്ടുകളാണ് പോയത്. മാസങ്ങളായി പുഴയോരത്തെ തേക്കുംകൂപ്പിൽ നിന്നും പുഴയിലേക്ക് കടപുഴകി വീണ 250 ഇഞ്ചോളം വണ്ണമുള്ള കൂറ്റൻ ആഞ്ഞിലിമരത്തടി വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് വനം വകുപ്പിനെ സമീപിച്ചവരോട് താൻ ഒറ്റയ്ക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഇത്രയും വലിയ തടി എന്തു ചെയ്യാനാകുമെന്ന് വനം വകുപ്പ് അധികൃതർ ചോദിച്ചതായും ജനങ്ങൾ പറയുന്നു. തടിയുടെ ചുറ്റും വലിയ മൺതിട്ടിയും രൂപപ്പെട്ടു കഴിഞ്ഞു. മരങ്ങൾ പുഴയിലെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ പുഴയുടെ ഗതി തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. വനം PWD അധികൃതർ എത്തി നടപടി എടുക്കുമെന്ന പ്രതീക്ഷയിൽ പുഴയോരത്തെ റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികളെല്ലാം കടപുഴകാതെ പ്ലാസ്റ്റിക് വള്ളികെട്ടി കാത്തിരിക്കുകയാണ് പുഴയോരത്തെ കർഷകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ കട്ടപ്പനയിലാണ് വ്യാപാരി വ്യവസായികളുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. വാണിജ്യ നികുതി വകുപ്പിൻ്റെ വ്യാപാര പീഡന നയത്തിനെതിരായും അതുപോലെ തന്നെ വ്യാപാര തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വാടക കെട്ടിടത്തിന് ആവശ്യമായ സുരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിലെ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് നിയമം കൊണ്ടുവരുന്നതുവരെ ഒരു ഓർഡിനൻസിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാർ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും ഈ സമരത്തിലൂടെ പ്രധാനമായ ഊന്നൽ നൽകുന്നു.
ഇതോടൊപ്പം കട്ടപ്പന വ്യാപാര ഭവൻ മുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് വരെ വ്യാപാരി ചങ്ങലയും തീർക്കും. പ്രതിഷേധ മാർച്ചും ധർണയും ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണനായർ, KN ദിവാകരൻ, ആഗ്നസ് ജോസ് എന്നിവർ ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും. പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി പ്രസിഡന്റ് MK തോമസ്, സെക്രട്ടറി KP ഹസൻ, ട്രഷറർ സാജൻ ജോർജ് എന്നിവർ അറിയിച്ചു. കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കർഷകർക്ക് ന്യായമായ വില ലഭിച്ചു തുടങ്ങി. മാധ്യമ റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം ആദ്യമായി VFPCKയുടെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിലാണ് കർഷകർക്ക് ന്യായമായ വില ലഭിച്ചത്. കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കർഷകർക്ക് ന്യായമായ വില ലഭിച്ചു തുടങ്ങി. വെള്ളിയാഴ്ച VFPCKയുടെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിലാണ് കർഷകർക്ക് ന്യായവില ലഭിച്ചത്. ക്യാരറ്റിന് 25 രൂപ മുതൽ 30 രൂപ വരെയും, ബീറ്റ്റൂട്ടിന് 30 രൂപയും, ബട്ടർ ബീൻസിന് 35 രൂപ മുതൽ 45 രൂപ വരെയും, സോയാബീൻസിന് 35 രൂപ മുതൽ 45 രൂപ വരെയും, ക്യാബേജിന് 8 രൂപ മുതൽ 18 രൂപ വരെ എന്നിങ്ങനെയാണ് വില ലഭിച്ചത്. കഴിഞ്ഞയാഴ്ച ക്യാബേജിന് 3.5 രൂപ മാത്രമാണ് വില ലഭിച്ചത്. കേരളത്തിൽ ശീതകാല പച്ചക്കറി വിളയുന്ന ഏക മേഖലയാണ് കാന്തല്ലൂർ, വട്ടവട പഞ്ചായത്തുകൾ. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾക്ക് ന്യായമായ വില കർഷകർക്ക് ലഭിക്കുന്നതിന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഹോർട്ടികോർപ്പിക്കേഷൻ എന്നിവ രംഗത്തിറങ്ങിയിരുന്നു. ഈ രണ്ട് സംഘടനകളും വിപണിയിൽ ഇടപെട്ട് കർഷകന് നല്ല വില ലഭിച്ചുകൊണ്ടിരുന്നു. അടിസ്ഥാന വില നിശ്ചയിച്ച് ലേലം നടത്തി കർഷകനെ സഹായിച്ചിരുന്ന ഈ സംഘടനകൾ ഇപ്പോൾ അടിസ്ഥാന വില തന്നെ വളരെ കുറച്ചു വച്ചിരിക്കുന്നതിനാൽ സംഘടിത ലോബി വളരെ കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറി ലേലത്തിൽ വാങ്ങി ലാഭം കൊയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. VBC ന്യൂസ്, ഇടുക്കി. തൊടുപുഴ ബ്ലോക്കിന് കീഴിലുള്ള 6 പഞ്ചായത്തിലെ കർഷകർക്ക് നൽകുവാനുള്ള 2 ലക്ഷം പച്ചക്കറി തൈകൾ കരിങ്കുന്നം ഫാർമേഴ്സ് ക്ലബിന്റെ പോളി ഹൌസിൽ റെഡിയായി. മന്ത്രി PJ ജോസഫ് പോളി ഹൌസ് സന്ദർശിച്ചു. തൊടുപുഴ ബ്ലോക്കിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തിലെ കർഷകർക്ക് നൽകാനുള്ള 2 ലക്ഷം പച്ചക്കറി തൈകൾ കരിങ്കുന്നം ഫാർമേഴ്സ് ക്ലബിന്റെ പോളി ഹൌസിൽ തയ്യാറായി കഴിഞ്ഞു. ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം കർഷകർക്ക് സൗജന്യമായി നൽകാനാണ് തൈകൾ വളർത്തിയിരിക്കുന്നത്. തക്കാളി, വഴുതന, ചീനിപ്പയർ, വെണ്ട എന്നിവയുടെ തൈകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം തൈകൾ വിതരണം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് തൈകൾ നൽകുന്നത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് വിത്ത് വാങ്ങി ട്രേകളിൽ പാകുകയായിരുന്നു. ക്ലബിലെ അംഗങ്ങൾ തന്നെയാണ് തൈകൾ പരിചരിച്ചത്. ഒരു തൈക്ക് 2 രൂപ വീതം ക്ലബിന് നൽകും. തൈകൾ ആവശ്യമുള്ളവരിൽ നിന്ന് കൃഷിഭവനുകൾ വഴി അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. കരികുന്നം, പുറപ്പുഴ, മുട്ടം, ഇടവെട്ടി, തൊടുപുഴ, കുമാരമംഗലം എന്നിവിടങ്ങളിലെ കർഷകർക്കാണ് തൈകൾ നൽകുക. VBC ന്യൂസ്, തൊടുപുഴ. സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന CBSE സ്കൂൾ കലോത്സവം വിസ്മയ 2014 സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള കുട്ടികൾ സ്കൂളുകൾ തുടങ്ങി നാഷണൽ കുട്ടികളുടെ മാറ്റിവെച്ച് ഇവിടെ വിജയികളായി പോകാൻ വരികയാണ്. ആദ്യമായി എല്ലാ മത്സരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുട്ടികളെയും ആദ്യമായി നാഷണൽ സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങളോട് വ്യത്യസ്തമാണ്. നമ്മുടെ വ്യക്തിയുടെ വ്യക്തിയുടെ കാര്യത്തിൽ, നമ്മുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ തൊടുപുഴ ആ പുഴ വളരെ മനോഹരമായി ശുദ്ധമായി ഒഴുകുന്നു. ഇതൊക്കെ തൊടുപുഴയ്ക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒരു പ്രത്യേകത നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കലോത്സവം മറ്റു പ്രദേശങ്ങളിൽ നിന്നും അന്ന് നടന്നതിൽ കൂടുതൽ ഗംഭീരമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് നടത്താനുള്ള സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബെനോ, PTA പ്രസിഡന്റ് തോമസ് കുട്ടി കുര്യൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി യോസ, സിസ്റ്റർ റോസ്ലി, പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരീഷ് ബാലൻ, ഷീന ബിജു, ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരതീയ ജനതാ യുവമോർച്ച് തൊടുപുഴ മണ്ഡലം കൺവെൻഷൻ നടന്നു. ഹോട്ടൽ പേൾ റോയൽ ഇന്റർനാഷണലിൽ B വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന സെക്രട്ടറി B ലിജിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി അന്നമ്മ കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി. ഈ 100 പേര് ഗാസയിൽ മരിച്ചതാണോ പ്രശ്നം? ഹമാസുകൾ അവരെ ഉപയോഗിക്കുമായിരുന്നു, ജനമറയായിട്ട് അവരെ ഉപയോഗിക്കുമായിരുന്നു. സ്കൂളുകളിലൊക്കെ മറ്റും സ്ഫോടന വസ്തുക്കളും മറ്റും ശേഖരിച്ചു വയ്ക്കുക, വാർ വെപ്പണുകൾ ശേഖരിച്ചു വയ്ക്കുക, അതിൽ കൂടി ജനങ്ങളെ മറയാക്കി അവരെ കൊന്നുകൊടുക്കുകയാണ് ചെയ്തത് ഹമാസ്. അവർക്ക് വേണ്ടി കരയാന് ഞാൻ ഒരു വഴിയാത്ര പോയപ്പോൾ കണ്ടു, പാലസ്തീന് അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരെ ബോർഡ് പിടിച്ചു പോകുന്നത്. നമുക്കിപ്പോ സാധിച്ചോ?
ഇറാഖിൽ നടക്കുന്ന മനുഷ്യക്കുരുതി എന്താണ്? സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും ക്രൂരമായി കൊന്നുകൊടുക്കുകയാണ്. മനുഷ്യരെ ജീവനോട് കുടിച്ചിടുകയാണ്. ലക്ഷങ്ങൾ കവിഞ്ഞ അവിടുത്തെ മരണസംഖ്യ. ക്രിസ്ത്യാനികള്, യദീസികള് ഇവരെയൊക്കെ കൊല ചെയ്യുന്നല്ലോ. ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? കോൺഗ്രസിനുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ ഇതിൽ പ്രതിഷേധം? ഇവർക്കുണ്ടോ? ഇവര് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ വോട്ട് ബാങ്കാണ് ഇവര്. അത് യാതൊരു സംശയവുമില്ല. യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം കെ രാജു, ജില്ലാ ജനറൽ സെക്രട്ടറി ബിനീഷ് ബാലൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി നിതിൻ, അഡ്വക്കേറ്റ് സൂരജ്, അജി ഇടവെട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. +2 അഴിമതിക്കെതിരെ BJP ആഭിമുഖ്യത്തിൽ തൊടുപുഴ DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് BJP സംസ്ഥാന സെക്രട്ടറി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ആകെ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസ്, തൊടുപുഴയിലെ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റെടുത്ത അന്ന് തൊട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഭരണ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ, ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അന്വേഷണം നടത്തി വൈസ് ചാൻസലർ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ കൃത്രിമമാണ്, വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്താക്കിയ ചരിത്രം ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഈ കേരളത്തിലാണ്. കേരള മോഡൽ എന്ന് വളരെ വാനോളം പുകഴ്ത്തിയിരുന്ന നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ പോലും കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അജി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി PP ചന്ദ്രശേഖരൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിറ്റാജ് ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അന്നമ്മ കുരുവിള, യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് B വിജയകുമാർ, മുനിസിപ്പൽ കൌൺസിലർമാർ, നിയോജക മണ്ഡലം ഭാരവാഹികൾ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു. KPMS ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ NSS ഹാളിൽ നടന്ന യോഗം KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR ഷൈനോ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് A അനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജയ്മോൻ ചെമ്പഴ, MC ബോബി, MK രവി, NK സുരേഷ് കുമാർ, C സത്യവതി, KT ധർമ്മജൻ, സാബു കാരിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. മത്സ്യങ്ങളുടെ ശക്തമായ സംസ്ഥാന വ്യക്തിപരമായ അത് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ണപ്പറ്റ നമ്മുടെ ജില്ലാ ജനറൽ ബോഡി യോഗം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. 6,000 രൂപ ബോണസ് അനുവദിക്കുക, അതുപോലെ ടിക്കറ്റിന്റെ അച്ചടി സുതാര്യവും സുരക്ഷിതവുമാക്കുക, സമ്മാനത്തിന്റെ എണ്ണവും തുകയും വർദ്ധിപ്പിക്കുക, അന്യസംസ്ഥാന ലോട്ടറി നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുവാൻ ഉള്ള നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക് 6,000 രൂപ ഈ ഓണക്കാലത്ത് ബോണസായി നൽകുക എന്ന ഡിമാൻഡ് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അതിന് തക്ക വരുമാനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് തൊഴിലാളികൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷം KS മോഹനൻ, KV ശശി, TR സോമൻ, TB സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ കാട്ടുതടികൾ തൊമ്പങ്കുത്ത് ചപ്പാത്തിന് ഭീഷണിയാവുന്നു. പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് ഇരുകരകളും ഇടിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
കട്ടപ്പന വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊടുപുഴ CBSE സ്കൂൾ കലോത്സവം വിസ്മയ 2014 സ്വാഗത സംഘം ഓഫീസ് മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം നിർവഹിച്ചു. +2 അഴിമതിക്കെതിരെ BJP ആഭിമുഖ്യത്തിൽ തൊടുപുഴ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് BJP സംസ്ഥാന സെക്രട്ടറി നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnews.todupuzha.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnews.todupuzha.com.